റിലാക്സ് ഫോറസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതായത് ഇൻസ്റ്റാഗ്രാമിൽ. റിലാക്സ് ഫോറസ്റ്റിന്റെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ, അതായത് ഞങ്ങളുടെ ഫ്ലാറ്റുകാരോട് ഞങ്ങൾ കൊടുക്കുന്ന പ്രോമിസ്, അതിൽ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെയും കൂടി കുഞ്ഞുങ്ങളാണ്, അതായത് റിലാക്സ് ഫോറസ്റ്റിന്റെ കൂടി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മെന്റൽ പരമായിട്ടും ഫിസിക്കൽ പരമായിട്ടും എല്ലാവിധ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് അവരെ ഒരു ഹെവൻ ബേബി ആക്കേണ്ട കടമ ഞങ്ങൾക്കാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് അങ്ങനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവന്റെ ബ്രെയിൻ വളർച്ച ഞങ്ങളുടെ കയ്യിൽ വരണം. അതായത് വേറൊന്നുമല്ല, അവനൊരു പ്രസവിച്ച ആ ഒരു കുഞ്ഞു പ്രായം മുതൽ 2 വയസ്സ് വരെ അവനൊരു സർവൈവൽ സ്റ്റേജിലാണ് അവന്റെ ബ്രെയിൻ വളർച്ച. ഓക്കെ, ആ ഒരു സ്റ്റേജിൽ ഞങ്ങൾ അവന്റെ ഒപ്പം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ടൊരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ അവനുണ്ടാവുന്നത് ഇമോഷൻ ഓവർലോഡ് എന്നുള്ള സ്റ്റേജിലാണ്. ഇതെല്ലാം ബ്രെയിൻ വളർച്ചയാണ്. ഓക്കെ, അപ്പോൾ ഈ വളർച്ചയിലെല്ലാം റിലാക്സ് ഫോറസ്റ്റിന്റെ പ്ലാനിലല്ലാത്ത കുട്ടികളെല്ലാവരുടെയും കയ്യിൽ ഫോണായിരിക്കും, അല്ലെ? ജനിച്ചു വീഴുമ്പോൾ മുതൽ ഫോണായിരിക്കും. അപ്പോൾ ഫോണായിരിക്കും അവന്റെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗുരു എന്ന് പറയുന്നത്. പക്ഷെ റിലാക്സ് ഫോറസ്റ്റിന്റെ ഒരു ഫ്ലാറ്റിലെ ഒരു റീചാർജിങ് റൂം ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ 10ാമത്തെ പ്രൊജക്റ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം. അതായത് ഈ നിൽക്കുന്ന എന്റെ ഒരു ഓഫീസ് റൂമാണ് എന്റെ ഒരു റീചാർജിങ് റൂം. അതായത് നമ്മുടെ ഫോണ്, നമ്മുടെ ലാപ്ടോപ്പ് ഇതെല്ലാം റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഇതെല്ലാം ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള സോഴ്സ് ആണ്. നമ്മുടെ ബോഡിയും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബോഡിയാണ്. ഓക്കെ, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നെയാണ് ഇത്. പക്ഷെ ഇത് റീചാർജ് ചെയ്യാറില്ല, ഇത് നമ്മൾ നശിപ്പിക്കാറേ ഉള്ളൂ, അല്ലെ? പോയിസൺ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, ഡ്രിങ്ക്സ് കഴിക്കുന്നു, അതോടൊപ്പം തന്നെ യാതൊരുവിധ മെഡിറ്റേഷനോ യോഗോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മൾ കയറായി കളയുന്നു. പക്ഷെ നമ്മള് നിങ്ങളുടെ ഫ്ലാറ്റിലെ ഒരു റീചാർജിങ് റൂം കൊണ്ടുവരാൻ പോയി. അതായത് മിയാവാക്കി ഇൻഡോർ ജംഗിൾസ് ഉള്ള പ്രൊജക്റ്റിലുപരി ഒരു റീചാർജിങ് റൂം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അതായത് ആ ഒരു റൂം ഈ ഒരു രീതിയിലായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ആ ഒരു മെന്റൽ സ്ട്രെസ് കുറക്കാനുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ, ഇതെല്ലാം വെക്കുന്ന ഒരു റീചാർജിങ് റൂം. അതായത് ആ ഒരു റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഒരു റീചാർജിങ് ആവും. അതായത് വേറൊന്നുമല്ല, ഇവിടുന്ന് പലതരത്തിലുള്ള പോസിറ്റീവ് എനർജീസ് നിങ്ങളുടെ ബോഡിയിൽ അബ്സോർബ് ആവും. അതോടൊപ്പം നിങ്ങളുടെ കുട്ടികൾ ഇവിടെ കാണുന്ന കാഴ്ചകളെല്ലാം അവന്റെ ബോഡിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഡോപ്പമൈൻ അതുപോലത്തെ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് എമിഷൻ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വന്ന് ഈ റൂമിൽ കയറുക. ഓക്കെ, ഈ റൂമിൽ കയറി കഴിയുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഇറേസ് എന്നുള്ള ഫോർമാറ്റിൽ നമ്മുടെ ബോഡിയിൽ എല്ലാവിധ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് നമുക്ക് നല്ല ആരോഗ്യം തരാൻ സാധിക്കും. കാരണം ഈ ഒരു റൂം ഫുൾ ഓഫ് ഫൈറ്റോൺസൈഡ്സ് ആണ്. ഘോരമായ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചൊരു റൂമാണിത്. അതായത് ഒരു 20, 30, 40 മരങ്ങളോളം ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫൈറ്റോൺസൈഡ്സും അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ ഇതെല്ലാം നോർമലൈസ് ചെയ്ത് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു പ്ലേസ് ആണ് ഈ റീചാർജിംഗ് റൂം. ഇപ്പോ റിലാക്സ് ഫോറസ്റ്റിന്റെ മോട്ടീവ് 2 വർഷത്തിനുള്ളിൽ 100 കോടി ഫോറസ്റ്റ് ഇനിഷ്യലി ഞങ്ങൾക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 വർഷത്തിനുള്ളിൽ കേരളം കംപ്ലീറ്റ് ക്യാൻസർ വെജ് ഗാർഡനും ക്യാൻസർ ഫ്രൂട്ടി ഗാർഡനും വെച്ചിട്ട് കെമിക്കൽ പരമായിട്ടുള്ള യാതൊരുവിധ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും കയറ്റാതിരിക്കണം. അപ്പോൾ ഇതുപോലെ വലിയ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു കുടുംബം മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് സാധിക്കുന്നത് ഈ റൂമിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ റൂമിലിരുന്ന് ഞാൻ റീചാർജ് ആവുന്നതുകൊണ്ടാണ്, ഞാൻ എന്റെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റിലേക്കും ഞങ്ങൾ ആ ഒരു റീചാർജിങ് ഹെവൻലി റീചാർജിങ് റൂം കൊണ്ടുവരുന്നു.